കൂടുതൽ ടെക് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ചാനൽ അപ്ഡേറ്റ്സ് അപ്പോൾ തന്നെ അറിയാൻ വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഹായ് ഓൾ, വെൽക്കം ടു ടെക് മലയാളം. ടെക് മലയാളത്തിൽ ഇന്ന് നമ്മളൊരു ആപ്ലിക്കേഷനാണ് പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. ചാറ്റ് വാച്ച് എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. ഒരുപാട് പേര് എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ഓൺലൈൻ സ്റ്റാറ്റസ് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളത്. അതായത് പ്രത്യേകിച്ച് പാരൻസ് ആണ്. രാത്രി ഒറ്റയ്ക്ക് കിടക്കുന്ന മക്കൾ ഏറെ വൈകിട്ടും വാട്സപ്പ് യൂസ് ചെയ്യുന്നുണ്ടോ, രാത്രി 2 മണി 3 മണിക്കൊക്കെ ആരോടെങ്കിലും ചാറ്റ് ചെയ്യുന്നുണ്ടോ, എപ്പോഴാണ് അവർ ഓഫ്ലൈനിൽ പോണത് തുടങ്ങിയിട്ടുള്ള കുറേ കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. ചാറ്റ് വാച്ച് എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. ഓക്കെ, പ്രധാനമായിട്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ വാട്സപ്പ് ചാറ്റിലുള്ള ആൾക്കാർ, നിങ്ങളുടെ ഫാമിലീസ്, എംപ്ലോയീസ് എപ്പോഴൊക്കെ ഓൺലൈനിൽ വരുന്നു, എപ്പോഴൊക്കെ ഓഫ്ലൈനിൽ പോകുന്നു തുടങ്ങിയിട്ടുള്ള വാട്സപ്പ് സ്റ്റാറ്റസ് ആണ് നമുക്ക് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കാം. ഒരു തരത്തിൽ ഇതൊരു സ്പൈ ആപ്ലിക്കേഷൻ തന്നെയാണ്. ഇതിന് കുറേ അഡീഷണൽ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ചാറ്റ് വാച്ചിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ചാറ്റ് ഹിസ്റ്ററി മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളത് തന്നെയാണ്. അല്ലെങ്കിൽ ചാറ്റ് സ്റ്റാറ്റസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എപ്പം അവർ ഓൺലൈനിൽ വരുന്നു, എപ്പോഴാണ് ഓഫ്ലൈനിൽ പോണത് തുടങ്ങിയ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ചാറ്റ് വാച്ച് നമുക്ക് പറഞ്ഞുതരും. രണ്ടാമത്തെ കാര്യം, ചാറ്റ് പ്രോബബിലിറ്റി മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ കോൺടാക്ട് ലിസ്റ്റിലുള്ള 2 പേര് വാട്സപ്പിൽ ഏറെ വൈകിയും ചാറ്റ് ചെയ്യുന്നുണ്ടോ, ഇനി അവർ ചാറ്റ് ചെയ്യാൻ വൈകിട്ടെന്ന് മാത്രമല്ല ചാറ്റ് ചെയ്യാൻ വല്ല സാധ്യതയുണ്ടോ എന്നുള്ളത് അവരുടെ ചാറ്റ് പാറ്റേൺസ് അനലോഗ് ചെയ്തതിന് ശേഷം നമുക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടി ചാറ്റ് വാച്ച് എന്ന ആപ്ലിക്കേഷൻ പറഞ്ഞു തരും. പക്ഷേ എന്ത് സന്ദേശമാണ് 2 പേരും മെസ്സേജ് അയക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവില്ല. അത് എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ്റെ ഒരു ഗുണമായിട്ട് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. എനിവേയ്സ്, എത്ര സമയം വരെ എന്നുള്ളത് നോക്കിയിട്ട് അവരുടെ ചാറ്റ് പാറ്റേൺസും അനലൈസ് ചെയ്തിട്ട് 2 പേര് ചാറ്റ് ചെയ്യാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് ഈ ആപ്ലിക്കേഷൻ പറഞ്ഞു തരുന്നുണ്ട്. മൂന്നാമത്തെ കാര്യം, നമുക്ക് ഇൻസൈറ്റ് എന്നാണ് പറയുന്നത്. അതായത് അവർ ഉറങ്ങാൻ പോണതിൻ്റെ സമയം, അവരുടെ സ്ലീപ്പ് ഹാബിറ്റ്സ്, ചാറ്റ് ഹാബിറ്റ്സ്, ഇതിനെക്കുറിച്ചുള്ളൊരു വ്യക്തമായിട്ടുള്ള ധാരണ നമുക്ക് ലഭിക്കുന്നു. ചാറ്റ് വാച്ച് എന്ന ആപ്ലിക്കേഷൻ എങ്ങനെയാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക, എനിക്കും ആവശ്യമാണ്, എങ്ങനെയാണ് ഞാനിത് ഡൗൺലോഡ് ചെയ്യേണ്ടത് തുടങ്ങിയിട്ടുള്ള സംശയം ഉണ്ടെങ്കിൽ ഇനി അതിനെക്കുറിച്ചാണ് പറയാൻ പോണത്. ഇന്ത്യയിൽ ഇതിൻ്റെ ആപ്പ് ലഭ്യമല്ല, പക്ഷെ നമുക്ക് ഓൺലൈനായിട്ട് ഇത് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ആപ്പിളിലും അതേപോലെ തന്നെ ആൻഡ്രോയിഡ് ഫോൺസിലും യൂസ് ചെയ്യാൻ പറ്റുന്ന 2 രീതിയിലും ഈ ഒരു ആപ്ലിക്കേഷൻ അവൈലബിൾ ആയിരുന്നു. പക്ഷേ ആപ്പിളിൻ്റെ ആപ്പിൾ സ്റ്റോറിൽ നിന്ന് ഈ ആപ്ലിക്കേഷൻ നീക്കം ചെയ്തു. ആൻഡ്രോയിഡിൽ ഫ്രീ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ആപ്പിളിൽ $2 ഇതിന് വേണ്ടിയിട്ട് പേ ചെയ്യുന്നത്. അതായത് ഏകദേശം 140 രൂപയോളാണ് നമുക്കിതിന് വേണ്ടി പേ ചെയ്യേണ്ടി വരിക. ഇനി എങ്ങനെയാണിത് കിട്ടുക എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യം തന്നെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആപ്പായിട്ട് ഇന്ത്യയിൽ അവൈലബിൾ അല്ല, നമുക്ക് ഓൺലൈനായിട്ട് ചാറ്റ് വാച്ച് യൂസ് ചെയ്യാൻ സാധിക്കും. ചാറ്റ് വാച്ചിൻ്റെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാം, ഒരു റിക്വസ്റ്റ് സെൻഡ് ചെയ്യാം. ഇപ്പോൾ വളരെ ഡിമാൻഡുള്ള ഒരു ആപ്ലിക്കേഷനാണ്, അല്ലെങ്കിൽ ഡിമാൻഡുള്ള ഒരു സോഫ്റ്റ്വെയർ ആയതുകൊണ്ട് തന്നെ 24 മണിക്കൂറിന് ശേഷമാണ് നമുക്ക് ചാറ്റ് വാച്ച് യൂസ് ചെയ്യാനുള്ള ഇൻവിറ്റേഷൻ കമ്പനി അയക്കുന്നത്. അതിനുശേഷം നമ്മുടെ പ്രിയപ്പെട്ടവരുടെ നമ്പർ വെച്ചിട്ട് അവരെപ്പോഴാണ് ഓൺലൈൻ ഓഫ്ലൈൻ വരുന്നത്, അവരുടെ സ്ലീപ്പ് പാറ്റേൺസ്, ചാറ്റ് പ്രോബബിലിറ്റി തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ഇപ്പം കൂടുതൽ ആൾക്കാരുടെ മനസ്സിൽ വരുന്നൊരു സംശയമാണ്, നമ്മൾ ലാസ്റ്റ് സീൻ വാട്സപ്പിൽ ഓഫ് ചെയ്ത് വെക്കുന്നില്ലേ, പിന്നെ എങ്ങനെയാണ് നമ്മുടെ ചാറ്റ് ടൈം മനസ്സിലാവുക എന്നുള്ളത്. നമ്മുടെ ഫോണിൽ ബ്ലൂടിക്ക് ഒഴിവാക്കി വെച്ചാലും, അതായത് ലാസ്റ്റ് സീൻ ഓഫാക്കി വെച്ചാലും, ലാസ്റ്റ് സീൻ കാണാതെ ഹൈഡാക്കി വെച്ചാലും ഈ ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടി നിങ്ങളുടെ ചാറ്റ് ടൈമിങ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ശരിക്കും 2 രീതിയിൽ യൂസ് ചെയ്യാൻ സാധിക്കും. നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും മോശം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും. തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ പാരൻസിന് സ്വന്തം മക്കളുടെ അല്ലെങ്കിൽ നമ്മുടെ കീഴിലുള്ള ചില ആൾക്കാരുടെയൊക്കെ ചാറ്റ് ഹിസ്റ്ററി മനസ്സിലാക്കാൻ വേണ്ടി വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ് എന്നിരിക്കെ തന്നെ സംശയമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർക്ക് ഇത് ദോഷകരാവാൻ സാധ്യതയുണ്ട്. ചാറ്റ് പ്രോബബിലിറ്റി മനസ്സിലാക്കുമ്പം ഇവരുമായിട്ടാണ് ചാറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഈ ആപ്ലിക്കേഷൻ ഉറപ്പിച്ച് പറയുന്നില്ല. പാറ്റേൺസ് യൂസ് ചെയ്തിട്ട് ആർട്ടിഫിഷ്യൽ AI-ൻ്റെ സഹായത്തോടെ ജസ്റ്റ് പ്രോബബിലിറ്റി, സാധ്യത മാത്രമാണ് പറയുന്നത്. ആ സാധ്യത വെച്ചിട്ട് ഈ 2 പേരാണ് ചാറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഒരാൾ ഉറപ്പിച്ച് വിശ്വസിക്കുകയും അത് സംശയരോഗത്തിലേക്ക് കൊണ്ടെത്തിക്കുകയും ഒക്കെ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഏതൊരു ആപ്ലിക്കേഷൻ്റെയും മോട്ടീവ് എന്നുള്ളത് നല്ല കാര്യങ്ങൾക്ക് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്കിത് വേണമെന്നുണ്ടെങ്കിൽ ചാറ്റ് വാച്ചിൻ്റെ സഹായത്തോടു കൂടി കണ്ടെത്താൻ വേണ്ടി സാധിക്കും. അത് ഇൻവിറ്റേഷൻ വരണമെങ്കിൽ 24 മണിക്കൂർ കഴിയണം. ആപ്ലിക്കേഷൻ ഇന്ത്യയിൽ അവൈലബിൾ അല്ല. ഇൻ കേസ് നിങ്ങൾ ആരെങ്കിലും ഈ ആപ്ലിക്കേഷൻ കറൻ്റ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ യൂസ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് നേരിട്ട് അറിയിക്കാവുന്നതാണ്.
ചാറ്റ് വാച്ച് എന്ന ആപ്ലിക്കേഷനെ കുറിച്ച് തപ്പി നടക്കുന്ന സുഹൃത്തുക്കൾക്ക് അത് യൂസ്ഫുൾ ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എനിവേസ് ഈ വീഡിയോ ഞങ്ങളിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ